പാതയോരങ്ങളിലും ശ്മശാനത്തിലും ഫലവൃക്ഷത്തൈകൾ നട്ടുനനച്ച് പരിപാലിച്ച് മാതൃകയാവുകയാണ് ഏറ്റുകുടുക്കിയിലെ പിലാങ്കോ കൃഷ്ണൻ. ഒരു ദശകത്തോളമായി കൃഷ്ണൻ ഇത്തരത്തിൽ ഫലവൃക്ഷത്തൈകൾ നടാൻ തുടങ്ങിയിട്ട്. ഏറ്റുകുടുക്കിയിലെ പിലാങ്കോ കൃഷ്ണന് എന്നും പരിസ്ഥിതി ദിനമാണ്. ചീമേനി കാങ്കോൾ റോഡിൽ പള്ളിമുക്കിൽ SNDP ഓഫീസിന് എതിർവശത്തെ പാതയോരത്തെ ഫലവൃക്ഷങ്ങൾ നമ്മോട് പറയുന്നതും മറ്റൊന്നുമല്ല. ഒരു ദശകമായി കൃഷ്ണൻ ഫലവൃക്ഷത്തൈകൾ നട്ടുവളർത്താൻ തുടങ്ങിയിട്ട്. പാതയോരം വെറുതെ കിടക്കുന്നത് കണ്ടാണ് കൃഷ്ണൻ തൈകൾ നടാൻ ആരംഭിച്ചത്. വൈദ്യുതി കമ്പികളില്ലാത്ത ഭാഗമാണ് ഇതിന് തിരഞ്ഞെടുത്തതും. ഞാൻ എല്ലാ സമയത്തും ജൂണിൽ സാധാരണ ഇവിടെ ഈ മാവിൻ്റെ തൈ മറ്റ് പുളി അത് ഇതൊക്കെ നട്ട് പിടിപ്പിക്കും. അത് ചില സമയം തീയുണ്ടെങ്കിലും ഒന്ന് അതൊന്നും കത്തിപ്പോവും, കുറേ വീണ്ടും ഞാൻ നടും. അത് സ്ഥിരമായിട്ട് ഞാനങ്ങനെ നട്ടുകൊണ്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാവൊക്കെ വലുതായി, ചില സാധനങ്ങളൊക്കെ കുറച്ച് വലുതായി, ചിലത് ചെറുതാവുന്നത്രേ ഉള്ളൂ. എനിക്ക് ചില സമയം ആരെങ്കിലും പാലെല്ലാം കൊണ്ടുവരാൻ പാല് പണിക്കാൻ പറ്റുന്നവരോട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയും. ഞാനും ഇടയ്ക്ക് വന്നിട്ട് അതിൽ പോകുമ്പോൾ അതിന് കുറച്ച് വെള്ളമെല്ലാം കൊണ്ടുപോകും. അങ്ങനെ ഇത്രയും വലുതായി ഈ സാധനങ്ങൾ, ഈ മാവ് അതിലൊക്കെ. കാടുകളൊക്കെ വെട്ടിത്തെളിക്കുന്നതും കടുത്ത വേനലിൽ നനയ്ക്കുന്നതുമൊക്കെ കൃഷ്ണൻ തന്നെ. നടുന്നത് പലതും പലവിധ കാരണങ്ങളാൽ നശിക്കും, പിന്നെയും നടും. ഇവിടെ നിറയെ പൂവിട്ട് കണ്ണിമാങ്ങകൾ പിടിച്ചു നിൽക്കുന്ന മാവ് ഇതുവഴി പോകുന്നവർക്കോ നാട്ടുകാർക്കോ പക്ഷികൾക്കോ ഉപകാരപ്രദമാകും. പലയിനം മാവുകൾ ആത്ത, നെല്ലി, വാളൻപുളി, ഉങ്ങ് എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ഇവയെല്ലാം നാളെയൊരു കാലത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കൃഷ്ണന് തീർച്ചയാണ്. പാതയോരത്തു മാത്രമല്ല, ശ്മശാനത്തിലും കൃഷ്ണൻ മാവുകൾ നട്ടുനനച്ച് പരിപാലിക്കുന്നുണ്ട്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കണമെന്ന കവിവചനമാണ് തന്നെ നയിക്കുന്നതെന്നും കൃഷ്ണൻ പറയുന്നു. ഫലങ്ങൾ നൽകാൻ മാത്രമല്ല, കടുത്ത വേനലിൽ തണലൊരുക്കാനും നാളെ ഈ ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.